എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ രണ്ടുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥ് വക്കീലുണ്ടോ അതിനകത്ത്? അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥ് പിടിയിലായി. പ്രതികൾ കവർന്ന 80 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ കണ്ടെത്തി. മുഖംമൂടി സംഘത്തിനായുള്ള അന്വേഷണം തുടരുകയാണ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഒരു അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളും ഈ മോഷണ സംഘത്തിലുണ്ടായിരുന്നു. ഷോക്കിംഗ് ആണല്ലോ അത്. തീർച്ചയായും, കാരണം ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം ഒരു സിനിമാ സ്റ്റൈലിൽ, അതും പട്ടാപ്പകലിൽ കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി ഒരു കവർച്ച നടത്തുന്നത് 81 ലക്ഷം രൂപയാണ് കവർച്ച ചെയ്തത്. അതിൽ ഒരു അഭിഭാഷകനും ഇടപെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ പിടികൂടിയിട്ടുണ്ട്. തൃശ്ശൂരും അതോടൊപ്പം തന്നെ എറണാകുളത്ത് വെച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 2 പേരെ പിടികൂടിയിരിക്കുന്നത്. ഇനിയും കേസിൽ ഈ സംഭവത്തിൽ നേരിട്ടിടപെട്ട മുഖംമൂടി സംഘത്തിലെ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. അങ്ങനെ ഇനിയും ഈ 3 പേരെ കൂടി പിടിക്കാനുള്ള അന്വേഷണം ഇപ്പോൾ വിവിധ ജില്ലകളിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെ മാസ്റ്റർ ബെൻ എന്ന് പറയുന്ന അഭിഭാഷകനാണെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നിഖിൽ എന്ന അഭിഭാഷകനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കവർച്ച ചെയ്ത 80 ലക്ഷത്തിൽ 20 ലക്ഷം ഇതുവരെ പിടികൂടി. അതോടൊപ്പം തന്നെ ഈ ആയുധമായിട്ടാണ് ഈ സംഘം അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കവർച്ച നടന്ന ഉടൻ തന്നെ ഇവർ ജില്ലയ്ക്ക് പുറത്തു പോയിരുന്നു. അങ്ങനെ തൃശ്ശൂരും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഏറെക്കുറെ ഈ കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ പിടികൂടിയത്. ഇനിയും 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുകയാണ്, ഇതിനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നോട്ടിരട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇതിൽ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കമ്പനി ഉടമയും അതോടൊപ്പം തന്നെ സജിയും തമ്മിലുള്ള ബന്ധം പോലീസ് ഇതിൽ തന്നെ അന്വേഷിച്ചു. അതിൽ സജി ഈ കേസിലെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ സജിയാണ് ഇതിലെ ഒരു ഡീലർ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കേസിലെ വിഷ്ണുവും ഈ ഒരു പോലീസ് ഇതിൽ തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇനിൽ ഈ കേസിൽ നേരിട്ട് ഇടപെട്ട ജോജി എന്ന ആളെ പോലീസ് പിടികൂടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും ഇതിൽ അഭിഭാഷകനുണ്ടെന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതോടൊപ്പം തന്നെ പിടികൂടിയ സംഘത്തിൽ ഒരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു നാടകീയമായ ഒരു സിനിമാ സ്റ്റൈൽ കവർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിനെ തുടർന്ന് നടക്കുമ്പോൾ അന്വേഷണത്തിൽ നോട്ടിരട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് അന്തർ സംസ്ഥാന ബന്ധമുള്ള സംഘത്തിലേക്ക് തന്നെയാണ് ഈ ബന്ധം ഉള്ളതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിൽ നേരിട്ടിടപെട്ട 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.